മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ച KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സീവറിന് കടുത്ത അവഗണന. അലോഷ്യസിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങി. സേക്രഡ് ഹാർട്ട് കോളേജിലെ സ്വീകരണ പരിപാടിക്കിടെയാണ് സംഭവം നടന്നത്. തുടർന്ന് പ്രതികരണവുമായി അലോഷ്യസ് സീവർ രംഗത്ത് വന്നു. തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇനിയും തുടരും, മുഖ്യമന്ത്രിയെ ഇനിയും കാണാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി തിരിച്ചു ചിരിക്കാത്തതിന് മറുപടിയില്ലെന്നും അലോഷ്യസ് സീവർ കൂട്ടിച്ചേർത്തു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, അങ്ങനെ ഈ മുഖ്യമന്ത്രി അലോഷ്യസ് സീവർ പോര് അല്ലെങ്കിൽ KSU മുഖ്യമന്ത്രി പോര്, ഇത് അലോഷ്യസും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കം എന്നതിനേക്കാൾ ഉപരിയായി ഈ പോര് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എന്തായാലും അലോഷ്യസിന്റെ ചിരി ഇന്ന് വേസ്റ്റായി എന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? അലോഷ്യസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഖേദപ്രകടനം വന്നാൽ മാത്രമേ അയഞ്ഞു തരൂ എന്നുള്ള ഒരു ലൈനിലാണോ ജിജീഷ്? തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു KSU നേതാവിനോട് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു. KSU അധ്യക്ഷനാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്നതിനപ്പുറം തനിക്ക് പറയാനുള്ള വിമർശനങ്ങൾ അതേ രൂക്ഷ ഭാഷയിൽ തുടരുകയും എല്ലാം തന്നെ ചെയ്യുന്ന രാഷ്ട്രീയ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം എത്തിയത് ഗവൺമെൻറ് പ്ലേഡർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം KSUവിന് പരാതികളുണ്ടായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനുള്ള ശ്രമം അലോഷ്യസ് സീവറും മറ്റു KSU നേതാക്കളും നടത്തി. അതിന് മുഖ്യമന്ത്രി സമയം അനുവദിച്ചില്ല, മുഖം കൊടുത്തില്ല. അപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. ഈ പ്രശ്നങ്ങൾ നേതാക്കൾ ഏറ്റെടുത്തു. യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം നേതാക്കൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞത് ആ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും എല്ലാം തന്നെ ചെയ്തു. അതിനിടയിലാണ് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരു പൊതുപരിപാടി, അതായത് തേവര SH കോളേജിൽ നടന്ന ഒന്ന് ഹെൽത്ത് സമിറ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട VD സതീശനുള്ള ഒരു സ്വീകരണ ചടങ്ങ് കൂടിയായി അത് ആ പൊതുപരിപാടി മാറ്റിയിരുന്നു. ആ പരിപാടിയിലേക്ക് അലോഷ്യസ് സേവ്യറിനും ക്ഷണമുണ്ടായിരുന്നു. കാരണം തേവര കോളേജിലെ മുൻ വിദ്യാർത്ഥി എന്ന നിലയിൽ അലോഷ്യസിനോടും അവിടെ എത്താൻ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഒരു സ്ഥലത്ത് വെച്ച് തനിക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുമെന്ന് ഓർത്ത് അലോഷ്യസ് അവിടെ കാത്തിരുന്നു. തൻ്റെ അഭിപ്രായങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിനാൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലോഷ്യസ് അവിടെ നിന്നു. എങ്കിലും അലോഷ്യസിൻ്റെ തൊട്ട് അരികിലുണ്ടായിരുന്ന മറ്റു നേതാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം അഭിവാദ്യം ചെയ്യുമ്പോൾ പോലും അലോഷ്യസ് സേവറിനെ പൂർണ്ണമായും തന്നെ അവഗണിച്ച് അലോഷ്യസിന് മുഖം കൊടുക്കാതെ അവഗണിച്ചായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് പോയത്. ഇത് അലോഷ്യസിനെ വലിയ ഒരു അലോസരമുണ്ടാക്കിയ കാര്യവുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി. തുടർന്ന് ഈ ഒരു പരിപാടികളെല്ലാം പൂർണ്ണമായും അവസാനിച്ചതിന് ശേഷം അലോഷ്യസ് പുറത്തേക്ക് ഇറങ്ങിയ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ തന്നോടുള്ള പ്രതികരണത്തിലടക്കം പ്രതികരിക്കുകയും ചെയ്തത്. കാരണം കാണുമ്പോൾ ചിരിക്കുക എന്നതാണ് താൻ പഠിച്ച രാഷ്ട്രീയം. എന്നാൽ അത് ഉണ്ടായില്ല. താൻ ചിരിച്ചിട്ടും തിരിച്ച് മുഖ്യമന്ത്രി ചിരിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. താൻ പറഞ്ഞത് ഏതെങ്കിലും തൻ്റെ ആവശ്യമല്ല, പൊതുവായ ഉയർത്തിയ ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയോട് കാണാൻ വേണ്ടി കാത്തിരുന്നത്. താനും മജ്ജയും മാംസവുമുള്ള ഒരു വ്യക്തി തന്നെയാണ്, അത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അലോഷ്യസ് സേവ്യർ ഒരു വിമർശനമായി ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഈ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും അവസാനിക്കില്ല എന്നും KSUവിൽ തുടങ്ങി, KSUവിൻ്റെ നേതാക്കളിൽ തുടങ്ങി മുഖ്യമന്ത്രിയുമായി ഉള്ള ഒരു ഏറ്റുമുട്ടൽ അത് ഈ ഒരു അടുത്ത ദിവസങ്ങളിലൊന്നും അവസാനിക്കില്ല എന്ന കൃത്യമായ സൂചന നൽകി തന്നെയാണ് അലോഷ്യസ് സേവറും തൻ്റെ ഒരു അതൃപ്തി പരസ്യമാക്കുന്നത്. അത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ എന്ന നിലയിൽ ഇനി പ്രതികരിക്കാനില്ല എന്ന് ചിന്തിക്കുകയായിരുന്നില്ല അലോഷ്യസ് സേവർ ചെയ്തത്. പകരം തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. അതിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളുണ്ട്. രൂക്ഷമായ രീതിയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന എന്തായാലും അലോഷ്യസ് സേവ്യർ വളരെ പക്വതയോടുകൂടിയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാതെ വയ്യ.